ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ആ റെസിപ്പിക്ക് നമ്മൾ 2 മുട്ട എടുക്കണം. പക്ഷെ ഞാനിവിടെ 1 മുട്ട എടുത്തുള്ളൂ. പിന്നെ 1 മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് സവാളയും പിന്നെ മുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായി സവാളയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ മുളകും എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ മാഗി ക്യൂബും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് എണ്ണയും ഒഴിച്ച് പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ടേക്ക് നമ്മൾ ഇടുകയാണ്. അപ്പം നമ്മൾ അതിലിടുകയാണ്. അപ്പോൾ സവാള ഇട്ടു, ഇനി മുളക് ഇട്ടു, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടായിരുന്നു. ഇനി അതിനെ നമ്മൾ നല്ലോണം കിണ്ടി എടുക്കണം. മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചെറുതായിട്ട് കിണ്ടി കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിതാ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഗൈസ് ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില വേണമായിരുന്നു. കുറച്ചിട്ടാൽ മതി, ആവശ്യത്തിന് വേണ്ട. നമ്മൾ അതിട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ മാഗി ക്യൂബാണ് ഇടാൻ പോകുന്നത് ഗൈസ്. മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. കാണാം. ഞാൻ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്ത് മാറ്റിയിടാണ്. കുറച്ച് നമ്മൾ മുട്ടയിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഇട്ടു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ മുട്ട ഒഴിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ചേ ഒഴിച്ചോളൂ. അതിന് നമ്മൾ മിക്സ് കിണ്ടി കൊടുക്കും. അത് പരത്തി 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 ഇങ്ങനെ ആക്കാം. അപ്പം അത് റെഡിയാണ്. ഇനി കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കണം. നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇനി അതിനെ തിരിച്ചിടലാണ് പണി. ഗൈസ്, നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇച്ചിരി പാടുണ്ടായിരുന്നു അത് ഇളക്കാൻ. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാമേ. എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇതിലിടാൻ പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.